Hi dear students, Systems of Particles and Rotational Motion. ഈ ചാപ്റ്ററിലെ 10 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്റർ നമുക്കറിയാം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഒരല്പം കൂടുതൽ കോൺസെപ്റ്റൊക്കെ നമുക്ക് ക്ലിയർ ആവേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. പക്ഷേ എക്സാം ഓറിയൻറ്റഡായി നോക്കുകയാണെങ്കിൽ സിമ്പിളായി പഠിക്കാൻ പറ്റും. ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, ഡെറിവേഷനൊക്കെ കുറവാണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ്. നിങ്ങൾക്കറിയാം ട്രാൻസ്ലേഷണൽ മോഷനിലെ ഫോഴ്സിന് അനലോഗസ് ആണ് റൊട്ടേഷനിലെ ടോർക്ക്. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ മൊമെൻറ്റം, റൊട്ടേഷണൽ മോഷനിൽ ആംഗുലർ മൊമെൻറ്റം. എന്നാൽ മാസോ ലീനിയർ മോഷൻ, ട്രാൻസ്ലേഷണൽ മോഷനിലെ മാസിന് ഇക്വലൻ്റായി റൊട്ടേഷണൽ മോഷനിലെ ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന ലെറ്ററിൽ സൂചിപ്പിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രാൻസ്ലേറ്ററി മോഷൻ ആംഗുലർ മൊമെൻറ്റം. പൊതുവെ നമ്മൾ വിചാരിക്കുക ഈ ആംഗുലർ മൊമെൻറ്റം എന്ന ക്വാണ്ടിറ്റി റൊട്ടേഷണൽ മോഷനിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ട്രാൻസ്ലേഷണൽ മോഷനിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നുവെച്ചാൽ റെഫറൻസ് പോയിൻ്റൊക്കെ ബോഡി മൂവ് ചെയ്യുന്ന ലൈനിൽ അല്ലാതെയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഞാനത് വിശദീകരിക്കുകയല്ല, ട്രാൻസ്ലേഷണൽ മോഷനിലും ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകാം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡെപ്തിൽ പോകാതെ മേ ബി പ്രസൻറ്റ് എന്നാണ് ആൻസർ, അല്ലാതെ ആൾവേസ് സീറോ എന്ന് എഴുതരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write an expression for moment of inertia of the sphere about its axis passing through the center. ഒരു സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല എഴുതുക. നമ്മൾ 6 ബോഡികളുടെ 8 ഫോർമുല ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ട്. സോളിഡ് സ്ഫിയർ ഏതാ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 2/5 mr². വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? നിങ്ങൾക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല ജനറലി mk² എന്ന് എഴുതുമ്പോൾ കെയുടെ സ്ഥാനത്ത് വരുന്ന ക്വാണ്ടിറ്റിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എം കഴിഞ്ഞ് ബാക്കി വരുന്നത് k². എം അല്ലാതെ ഈ ഫോർമുലയിൽ ബാക്കി ആരാളുള്ളത്? അത് 2/5 r² അല്ലേ. അപ്പോൾ അതാണ് k². അപ്പോൾ k എങ്ങനെ കാണാം? √2/5 r² എന്ന് വരും. അപ്പോൾ √2/5 √r²ന് r എന്ന് എഴുതാം. √2/5 r ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ദെൻ ഫില്ല് ചെയ്യാനാണ്. ബോഡിയുടെ പേര്, ആക്സിസിൻ്റെ പേര്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. നോക്കിക്കോളൂ. ആദ്യം ഡിസ്ക്കാണ്. ഡിസ്ക് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, സെൻറ്ററിലൂടെയുള്ള ആക്സിസ്, ഇത് ഡിസ്ക്കാണ്. അതിന് പെർപെൻഡിക്കുലറായി സെൻറ്ററിലൂടെയുള്ള ആക്സിസ് ആകുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/2, മറക്കരുത്. ദെൻ സർക്കുലർ റിംഗ് ആണ്. റേഡിയസ് ക്യാപിറ്റൽ R എന്നാണ്. ഇവിടെ എല്ലാ R ഇങ്ങോട്ടാണ്. തിൻ സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് R. റിങ്ങിൻ്റെ mr²/2 എന്നുള്ള ഫോർമുല കിട്ടണമെന്നുണ്ടെങ്കിൽ അതേത് ആക്സിസ് ആയിരിക്കണം? റിംഗ് എബൌട്ട് ഡയാമീറ്റർ. ഡയാമീറ്ററിലൂടെയുള്ള ആക്സിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴാണ് റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr²/2 എന്ന് വരും. തിൻ റോഡിൻ്റെ ഒറ്റ ഫോർമുലയല്ലേ പഠിക്കാനുള്ളൂ. തിൻ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ml²/12 ആണ് ബൈ ഹാർട്ട് ആക്കുക. ദെൻ mr² എന്നുള്ള ഫോർമുല പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് ദി സെൻറ്റർ എന്ന് പറഞ്ഞു. mr² എന്നുള്ള ഫോർമുല റിങ്ങിനുണ്ട്, അതേപോലെ ഹോളോ സിലിണ്ടറിനുണ്ട്. തിൻ സർക്കുലർ റിംഗ് എന്നാണ് മുഴുവൻ പേര്. ഇതിപ്പോൾ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് ദി സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് റിംഗ് അല്ലേ വരുള്ളൂ, അല്ലാതെ ഹോളോ സിലിണ്ടർ ആവാൻ വകുപ്പില്ല. ഓക്കെ, ഹോളോ സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പ്ലെയിൻ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അത് 6 ബോഡികളുടെ 8 ഫോർമുല, ബോഡിയുടെ പേര്, ആക്സിൻ്റെ പേര്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല എല്ലാം ബൈ ഹാർട്ട് ആക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം. Solid cylinder of mass 20 kg rotates about its axis with angular speed 100. Then radius of cylinder 0.25. What is the magnitude of angular momentum? ആംഗുലർ മൊമെൻറ്റം കാണാൻ I ഒമേഗ എന്നുള്ള ഇക്വേഷൻ. I മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ mr²/2 ഇൻറ്റു ഒമേഗ. മാസ് തന്നു, റേഡിയസ് തന്നു, ഒമേഗ തന്നു, /2 62.5 എന്ന് കിട്ടും. കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻⁻⁻1). ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദെൻ ഫിഗർ ഷോസ് 2 ഡിഫറെൻറ്റ് സ്പിന്നിങ് പോസസ് ഓഫ് എ ബാലെ ഡാൻസർ. ബാലെ ഡാൻസ് ചെയ്യുന്ന ഒരാളുടെ 2 വ്യത്യസ്ത പോസുകളാണ് ഫിഗർ എ, ഫിഗർ ബി. ഇൻ വിച്ച് സ്പിന്നിങ് പോസ് ഡസ് ദി ബാലെ ഡാൻസർ ഹാവ് ലെസ്സർ ആംഗുലർ വെലോസിറ്റി? നിങ്ങൾക്കറിയാം കൈകാലികൾ ഇങ്ങനെ നിവർത്തി പിടിക്കുന്ന സമയത്ത് ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടുന്നു. അപ്പോൾ എ എന്ന ഫിഗറിൽ 6 കൂടുന്നു. 6 കൂടിയ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടും, ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, എവിടെയാണ് ആംഗുലർ വെലോസിറ്റി കുറവ് എന്നാണ് എ എന്നുള്ള ക്വസ്റ്റ്യനിലാണ് വെലോസിറ്റി കുറവ്. കൈകാലികൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ വെലോസിറ്റി കുറയും, ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ വെലോസിറ്റി കൂടും എന്ന് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ്. ടോർക്കിന് മാച്ച് ആവുന്നത് ഏതാ? ടോർക്കിൻ്റെ ഇക്വേഷൻ R×F ആണ്. നിങ്ങൾ ആദ്യം വീഡിയോ പോസ് ചെയ്ത് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ അല്ലേ നിങ്ങൾ കരുതിയത് എന്ന്. ആംഗുലർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ R×P ആണ്. അപ്പോൾ A×Bയുടെ ഡയറക്ഷൻ എക്കും ബിക്കും പെർപെൻഡിക്കുലർ. സോ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ R വെക്ടറിനും P വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ആംഗുലർ മൊമെൻറ്റത്തിന് മാച്ച് ആവുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്, ബി കോളത്തിൽ. റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകുന്നത് എപ്പോഴാണ്? ടോട്ടൽ ടോർക്ക് 0 ആകുമ്പോഴാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ടോട്ടൽ ഫോഴ്സ് 0 ആകുമ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ω×r. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യാനുള്ള ചോദ്യമാണ്. കൃത്യമായി ആ ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചവർക്ക് എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ സാധിക്കും.
ക്വസ്റ്റ്യൻ, പോളാർ ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദി ലെങ്ത് ഓഫ് ദി ഡേ? നോക്കടാ, ഇത് എർത്താണെന്ന് കരുതുക. എർത്തിൻ്റെ പോളാർ റീജിയനിൽ മൂടിക്കിടക്കുന്ന മഞ്ഞുമലകൾ, ഭൂമിയുടെ പോളാർ ഐസ് ക്യാപ്പ്, അത് ഉരുകി ഒലിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഈ ഐസ് ഉരുകി വെള്ളമായാൽ വാട്ടർ ഇങ്ങനെ ആ പോളാർ റീജിയനിൽ തങ്ങി നിൽക്കുമോ? ഇല്ല. ഈ ഐസ് ഉരുകി വെള്ളമായി കഴിഞ്ഞാൽ ആ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? താഴോട്ടിറങ്ങും. ഓക്കെ, അപ്പോൾ ഐസ് പാർട്ടിക്കിൾ ആകുമ്പോൾ ആക്സിസ് എന്നുള്ള ദൂരം കുറവാണ്. ഇത് വെള്ളമായി കഴിഞ്ഞാൽ താഴോട്ട് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ 6 കൂടും. ഓക്കെ, അപ്പോൾ പോളാർ ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ദസ് ഫോംഡ് വിൽ ഫ്ലോ ഡൗൺ ടുവേർഡ്സ് ദി ഇക്വേറ്റർ എന്ന് കരുതണം. അങ്ങനെ വരുമ്പോൾ 6 ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടും, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടും, ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കുറയും, ഒമേഗ കുറയും. ഇപ്പോൾ കറങ്ങുന്നേക്കാൾ സാവധാനത്തിൽ കറങ്ങിയാൽ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അതാണ് ഭൂമി ഒരു തവണ കറങ്ങാടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. അതാണ് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം. നോക്കടാ, സ്പീഡ് കുറവാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ഡേ എന്ത് ചെയ്യും? കൂടും. ദിവസത്തിൻ്റെ ലെങ്ത്, ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ, ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻക്രീസസ്. ഓക്കെ, പോളാർ ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ ദൈർഘ്യം കൂടുമെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു dl/dt പറയേണ്ടതില്ല. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതായി പറയാൻ ഒറ്റ ഡെറിവേഷനേ ഉള്ളൂ. അത് ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ വൃത്തിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു തവണ കൂടി ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടി നോക്കി പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. സിമ്പിളായി പഠിക്കുക. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0, angular momentum will be constant. If there is no external torque acting on a system, then its total angular momentum remains constant. Write an example for motion in which angular momentum is conserved. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്ത മോഷനാണ്. പ്ലാനറ്റുകളുടെ മോഷൻ നിങ്ങൾക്കറിയാം, ഭൂമി ഉൾപ്പെടെയുള്ള പ്ലാനറ്റുകളുടെ മോഷനിൽ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല. സോ എല്ലാ പ്ലാനറ്റുകളുടെയും മോഷനിൽ ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. അപ്പോൾ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ പ്ലാനറ്ററി മോഷൻ എന്ന് എഴുതാവുന്നതാണ്. Then rotational analog of force is the moment of force, also called torque. Turning effect of force is maximum when the angle between R and F is. ആറിനും എഫിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രി വരുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക? ടോർക്കിൻ്റെ ഫോർമുല R ക്രോസ് F ആണ്. RF സൈൻ തീറ്റയാണ്. തീറ്റ 90 വരുമ്പോഴാണ് സൈൻ തീറ്റ മാക്സിമം ആവും. സോ ടോർക്ക് മാക്സിമം ആകുക തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ. Then a wheel starting from rest acquires an angular velocity 10 radian per second in 2 seconds. Moment of inertia of the wheel 0.4. Calculate the torque. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നിട്ട് ടോർക്ക് കാണാൻ പറഞ്ഞാൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നു, ആൽഫ കണ്ടെത്തണം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ ആംഗുലർ വെലോസിറ്റി 10 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0, കാരണം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. ഓക്കെ, 10 ആംഗുലർ വെലോസിറ്റി 10 ആകുന്നത് 2 സെക്കൻഡ് സമയം കൊണ്ടാണ്. അപ്പോൾ 2 സെക്കൻഡ്സ് എന്ന് ഡിവൈഡ് ചെയ്യുക, 10/2 5 ആണ്. ആൽഫ 5 കിട്ടിക്കഴിഞ്ഞാൽ 0.4 × 5 ചെയ്യുമ്പോൾ 2 ന്യൂട്ടൺ മീറ്റർ എന്നാണ് ടോർക്ക് കിട്ടുക. ടോർക്കിൻ്റെ യൂണിറ്റ് മറക്കരുത്, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That's all. So systems of particles and rotational motion എന്നുള്ള ചാപ്റ്ററിൽ എല്ലാ ഏരിയകളിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. വേറെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, ഡൗട്ടുകൾ ചോദിക്കണം. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വ്യക്തമായി വായിച്ച് കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.